ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ ഈ 2-3 ദിവസമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിനെതിരെ നല്ല രീതിയിൽ തന്നെ പ്രതിഷേധങ്ങൾ അറിയിക്കുന്നുണ്ട്. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് നല്ല രീതിയിൽ തന്നെ ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് തന്നെ ട്വിറ്ററിൽ പല രീതിയിലുള്ള ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് മാനേജ്മെൻറ്റിനെതിരെ. എല്ലാവർക്കും ഒരു ഇപ്പോൾ മാനേജ്മെൻറ്റ് അത്രയും വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് തന്നെ പറയേണ്ടി വരും. അവർ ഇപ്പോൾ 2 ദിവസമായിട്ട് വരുന്ന റൂമേഴ്സും കാര്യങ്ങളാണ്. അഡ്രിയാൻ ലൂന വരെ പോയേക്കാം, അതുപോലെ തന്നെ ദിമിത്രിയൂസ് ഡയമൻ്റെ കോഴ്സ് ക്ലബ്ബ് വിട്ടേക്കാം. ലൂണയൊക്കെ ഒരു വർഷത്തെ കരാറുണ്ടായിട്ട് മറ്റു ക്ലബ്ബുകൾ രംഗത്തുണ്ട്. ഒരുപക്ഷെ ലൂണയും ക്ലബ്ബ് വിട്ടേക്കാം എന്ന രീതിയിലുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിനെ തുടർന്ന് തന്നെ മാനേജ്മെൻറ്റിനെതിരെ വൻ പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിലേക്ക് വലിയൊരു ന്യൂസ് കൂടിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇത് മാർക്കസ് മെർഗുലോവ, ടൈംസ് ഓഫ് ഇന്ത്യയുടെ ജേർണലിസ്റ്റായ മാർക്കസ് മെർഗുലോവയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മാർക്കസ് സീസൺ കഴിഞ്ഞതിന് ശേഷം ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടിട്ടൊരു അപ്ഡേറ്റ് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇങ്ങനൊരു അപ്ഡേറ്റ് ആവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലനമായ നമ്മുടെ ഇവാൻ വുക്കോമാനോവിച്ച് ഇപ്പോൾ ക്ലബ്ബ് വിട്ടു. അപ്പോൾ ആശാനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് ₹1 കോടി ഫൈൻ ചെലുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തിനെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, ബംഗളൂരു എഫ് സിക്കെതിരായി നടന്നിട്ടുണ്ടായിരുന്ന ആ വാക്കൗട്ട് സിറ്റുവേഷനെ തുടർന്ന് ₹4 കോടി AFF ബ്ലാസ്റ്റേഴ്സിനെതിരെ ഫൈനും കാര്യങ്ങളൊക്കെ ചുമത്തിയിട്ടുണ്ടായിരുന്നു. അത് കുറക്കാൻ വേണ്ടിയിട്ടൊക്കെ ബ്ലാസ്റ്റേഴ്സ് പല കോടതികൾ കയറിയിട്ടുണ്ടായിരുന്നു. കോടതി അങ്ങനെ കയറി, ബട്ട് അതിലൊന്നും കുറവൊന്നും ഉണ്ടായിരുന്നില്ല. 4 കോടി തന്നെ അടയ്ക്കേണ്ടി വരുമെന്നുള്ളത് അവസാനം തീരുമാനമൊക്കെ വന്നതാണ്. ഇപ്പോൾ എങ്ങനെ ആയാലും ആ 4 കോടിയിൽ ₹1 കോടി ഇപ്പോൾ ഇവാൻ ആശാന് ആ ഫൈന് ചെലുത്തിയിട്ടുണ്ട്. നല്ലൊരു കഥ തന്നെ ആയിരുന്നു പറയാം. എന്താ പറയുക ഇതിനെക്കുറിച്ചൊക്കെ, ചെറ്റത്തരം എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇവാൻ ആശാൻ്റെ മേളിൽ ഈ ₹1 കോടി ചുമത്തിയത് അന്ന് ചെയ്ത വാക്കൗട്ട് ശരിയാണ്, അത് തെറ്റായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് വാക്കൗട്ട് ചെയ്തത്. ബട്ട് എന്നാലും ഇവാൻ വുക്കോമാനോവിച്ച് ഒരു കോച്ചിനെതിരെ മുമ്പ് ഇതിനെ തുടർന്ന് തന്നെ 10 മത്സരങ്ങളുടെ ബാനും അതുപോലെ തന്നെ മറ്റു ഫൈനും കാര്യങ്ങളൊക്കെ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഭാഗത്തു നിന്ന് വന്നതാണ്. ഇപ്പോൾ അതിന് പുറമെ ഇപ്പോഴത്തെ ടീം, ഇത് ബ്ലാസ്റ്റേഴ്സ് ടീം എന്ത് അറിഞ്ഞിട്ടാണ് ഇവാൻ ആശാന് ഈ ₹1 കോടി ഫൈന് ചുമത്തിയിട്ടുള്ളതെന്ന് അറിയില്ല. എന്തായാലും ഇപ്പോൾ ഇതും ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഇടയിൽ വൻ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ നിലവിൽ. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. എനിക്ക് പറയാനുള്ളത് വൻ ചെറ്റത്തരായിപ്പോയി എന്ന് തന്നെ പറയാനുള്ളൂ ഈ ഒരു കാര്യം. അപ്പോൾ വീഡിയോ അവസാനിക്കുകയാണ്. എന്തായാലും നെക്സ്റ്റ് വീഡിയോയുടെ വീണ്ടും കാണാത്തവരേക്കും ബൈ.